ഞങ്ങൾ കടപ്പുറത്തേക്ക് നടക്കാണ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ നടക്കാന്. ഇവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട്, പർച്ചേസ് ചെയ്യാതെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ തയ്യാറായിണ്ട്. ബീച്ച് കണ്ടൊരാള് മുപ്പരാള് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ബീച്ച്? കുഴപ്പമില്ലെന്നാ പറയണത്. അപ്പൊ ഞങ്ങൾ അടുത്ത് ബീച്ചിലേക്ക് പോയിട്ട് ബീച്ച് കാണാം. ഞങ്ങൾ കടപ്പുറത്തേക്ക് നടക്കാണ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ നടക്കാന്. അപ്പൊ ഞങ്ങൾ ഷോർട്ട് കട്ട് കൂടെ കട്ട് ചെയ്ത് നടക്കുകയാണ്. എവിടെ ആമീന്റെ പിന്നാലല്ലേ? എന്താണ് കടപ്പുറത്ത് പോയിട്ട് നീന്തി കളിക്കണ്ടേ? കളിക്കണം. ആ, നീന്താൻ വേണ്ടിട്ട് പോണ ഒരാള് ബാക്കിലുണ്ട്. അപ്പൊ ഞങ്ങൾ എത്താറായി, കുറച്ച് നടന്നു. അപ്പൊ ഇനി കടപ്പുറത്ത് വിശേഷമായിട്ട് വരാം. നമ്മൾ കടലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കടൽ. ഇത്ര ഞങ്ങൾ താമസിക്കണതിന്റെ ഇത്ര അടുത്താണ് കടല്. ഒരു 2 മിനിറ്റ് നടക്കേണ്ട ദൂരമുള്ളൂ. ഭയങ്കര തിരയാണ്. മഴ ചാറുന്ന കാരണം ഭയങ്കര തിരണ്ട്. ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടിട്ടൊക്കെ വന്നതാണ്, പക്ഷെ നടക്കില്ല എന്ന് തോന്നുന്നു. ആരും ഇറങ്ങണ കാണാല്ലേ. ഇവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട്, പർച്ചേസ് ചെയ്യാതെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിര കൂടുതലായ കാരണം കടലിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാ പോലീസുകാരൻ പറഞ്ഞത്. അപ്പൊ വേറൊരു വഴി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് തപ്പി നടക്കുകയാണ്. എന്തായാലും ഇതുവരെ വന്നിട്ട് കടലിലേക്ക് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞതൊരു വിഷമല്ലേ. ഷോപ്പുകൾ ഒരുപാടുണ്ട് ഇവിടെ. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട്. നമ്മൾ മടക്കം വരുമ്പോഴേ ഭക്ഷണം കഴിക്കുള്ളൂ. ഇതൊക്കെ ഹോട്ടലുകളാണ്. കടൽ ഇതുവരെ എടുത്തുണ്ട്. അപ്പൊ ഇറങ്ങാൻ യാതൊരു രക്ഷയില്ല. കടല് കയറിയ കാരണം എല്ലാം അടച്ചു മക്കളെ. നമുക്കൊന്നും ഇറങ്ങി കാണാനുള്ള ഭാഗ്യമില്ല, എല്ലാം അടച്ചു. ഇതാണ് നമ്മുടെ ബീച്ച്, വർക്കല ബീച്ചാണ്. ഭയങ്കര സൗന്ദര്യമുള്ളൊരു ബീച്ചാണ്. പക്ഷെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ സാധിച്ചില്ല. പിന്നെ വേറെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വരും. കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അടുത്ത് പോയിട്ട്. പക്ഷെ പറ്റിയില്ല. ഇതുവരെ വെള്ളം കയറി തുടങ്ങി. ഞങ്ങളെല്ലാരും ഭയങ്കര വിഷമത്തിലാണ്. ഞങ്ങൾക്ക് കടലിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല അല്ലെ സന്ദേശിയെ? അപ്പൊ നമ്മുടെ അടുത്ത ട്രിപ്പ് ഇനി വേറെ വരും. ഇവിടെ അടച്ചു. നമ്മുടെ കടലിൽ ഇപ്പൊ ഞങ്ങൾ നിൽക്കണം അതുവരെ, ഷോപ്പുകളിൽ അതുവരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങള് എന്തായാലും വർക്കല ബീച്ച് കാണാൻ ഒരു വട്ടം പോയിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. അല്ലേ അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? നമ്മള് വരില്ലേ? മുന്നേ ഒരു മാസം മുന്നേ വന്നിട്ടല്ല, ഒരു വർഷം മുന്നേ വന്നപ്പാട് ഇറങ്ങിയിട്ട് ഭയങ്കര വീഡിയോ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അവരാരെയും കേട്ടുന്നില്ല. സമയം രാത്രിയായി. രാത്രിയാണിത്. കടല് ഞങ്ങൾ ഒരുവിധമൊക്കെ കണ്ടു. ഞങ്ങൾ മെല്ലെ ഒരു കാസ് കുടിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇരുട്ടത്താണ് മക്കളെ, ഞങ്ങൾ ഇരുട്ടത്താണ്. ഇവിടെ 1 മണിക്കൂറോളം കാത്തിരുന്നു. എല്ലാരും കാപ്പി കുടിക്കാണ്. കാപ്പി കുടിക്കട്ടെ, ഭയങ്കര ചൂടാണ്. അപ്പൊ നമ്മള് ബീച്ചൊക്കെ കണ്ടുവന്നു. അപ്പൊ ഞങ്ങള് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം എത്തുന്നവരെ കുറച്ച് ഗെയിമുകളൊക്കെ എല്ലാരും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഗെയിമുകളിലേക്ക് കടക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ഗെയിം ബലൂൺ ആദ്യം 2 ആര് പൊട്ടിച്ചോ അവർക്കാണ് ഫസ്റ്റ് പ്രൈസ്. അത് സമ്മാനം അവർക്കുണ്ട്. അവർക്കുള്ള സമ്മാനം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആരാണ് 2 ബലൂണ് പൊട്ടിക്കണേന്ന് നോക്കി നോക്കാം. നമുക്ക് ഗെയിമിലേക്ക് സ്റ്റാർട്ട്. അപ്പൊ ഒരാളുടെ പൊട്ടിയിരിക്കാണ്.
ഇത് പത്താവാനായി, ഇത് പത്താവാനായി. പൊട്ടിയില്ല, അത് കയ്യോട്ട് പൊട്ടിച്ച, അത് പൊട്ടില്ല, അത് പൊട്ടില്ല. അപ്പൊ രണ്ടാളുടെ ഓരോന്ന് വിധം പൊത്തിയിട്ട് ഞാരുടെ ഒന്നും കൂടി പൊട്ടാണെങ്കിൽ ആരുടെയാണ് ആദ്യം ഒന്ന് പൊട്ടണേ? ഓരോരുത്തരും തോറ്റ് പിന്മാറി അയ്യോ സമ്മാനം ആര് വാങ്ങുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ബേബി സേവിയർ എന്ന് പറഞ്ഞ ആൾക്കാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. നമുക്ക് സമ്മാനം കൈമാറാം. സമ്മാനം കൊടുക്കാനായി പ്രസിഡന്റിനെ വിളിക്കണം. അപ്പൊ സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. ഓക്കെ, അപ്പൊ സമ്മാനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അടുത്ത ഗെയിമിനുള്ള സമയമായി. ഇവിടുന്ന് ഊതി ഓരോ കപ്പിലേക്ക് പോയി ലാസ്റ്റ് കപ്പ് വരെ എത്തിക്കണം. ഓക്കെ, അതിന്റെ ഇടയിൽ ബോള് താഴേക്ക് പോയി കഴിഞ്ഞാൽ ആ ബോളിൽ വീണ്ടും സ്റ്റാർട്ടിംഗ് കൊണ്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് വീണ്ടും എത്തണം. 1 മിനിറ്റ് ടൈം. തുടങ്ങിക്കോളെ. സ്റ്റാർട്ട് 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 സ്റ്റാർട്ട്. അപ്പൊ ഞങ്ങള് രാത്രിക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ചപ്പാത്തി കുറുമയാണ്. എല്ലാരും പാത്രം പിടിച്ചിരിക്കണ്ട്. എപ്പ കിട്ടും ഞങ്ങൾക്ക് ഭക്ഷണം എപ്പ കിട്ടും എന്ന് കഴിച്ചിട്ടിരിക്കണം എല്ലാരും. ഇതാണ് രാത്രിയുടെ ഫുഡ്, ചപ്പാത്തിയും കുറുമയും. അപ്പൊ സ്വന്തേച്ചിയുടെ വക സ്പെഷ്യൽ വൈനാണ് മുന്തിരി വൈൻ. സ്വന്തേച്ചി ടൂറിന് വരാൻ വേണ്ടിട്ട് ഒരു 25 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്.